ദിലീപിൻ്റെ ഭാഗത്ത് നമ്മൾ കേൾക്കണ്ടേ? ഇത് കേട്ടിട്ടില്ല. എനിക്ക് അമ്മയോടാണ് എൻ്റെ വൈകാരികമായ ബന്ധം. അമ്മ എന്ന സംഘടന ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ തോൽവി ഞാൻ ആക്സെപ്റ്റ് ചെയ്തതാണ്. ഈ പീഡനം അത് മാത്രമല്ല ഇതിനകത്ത് പ്രശ്നം. അത് ഒള്ളി ഒരു ഒരു സ്മോൾ സെഗ്മെൻ്റാണ്. ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇതിനകത്ത് മിസ്മാനേജ്മെൻ്റ് ഉണ്ട്. ഈ അമ്മയിൽ ഇലക്ഷനൊക്കെ നടന്നല്ലോ. അപ്പം ഈ ഒരു കാര്യം ഒരു മാറ്റം സംഭവിച്ചു. ആയോ റെക്കോർഡ്? ഒരു മാറ്റം സംഭവിച്ചു. സ്ത്രീകൾ ലീഡർഷിപ്പിലേക്ക് വരണമെന്ന് പറഞ്ഞു. അത് വന്നു. അപ്പം ഇനി എന്താണ് അമ്മയുടെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കാണുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അമ്മയുടെ ഈ ഒരു ജംഗ്ഷനിൽ ഞാൻ ഒരുപാട് സ്റ്റഡി ചെയ്തതാണ് എന്താണ്. കാരണം ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ അമ്മയായിട്ട് വലിയ ബന്ധമില്ലാതിരിക്കുകയായിരുന്നു. കാരണം അവർ മോഹൻലാലൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമ്മളതിനകത്ത് കയറേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റിയൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ സംഭവങ്ങൾ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പീഡനം അത് മാത്രമല്ല ഇതിനകത്ത് പ്രശ്നം. അത് ഒള്ളി ഒരു സ്മോൾ സെഗ്മെൻ്റാണ്. ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇതിനകത്ത് മിസ്മാനേജ്മെൻ്റ് ഉണ്ട്. അത് കാരണം വെച്ചാൽ ഡെലിബറേറ്റ് അല്ല. അത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു മിസ്മാനേജ്മെൻ്റ് അല്ല, അറിവില്ലായ്മയാണ്. ഒരു സംഘടന എങ്ങനെ കൊണ്ടു നടക്കണം, എങ്ങനെയായിരിക്കണം അതിൻ്റെ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുള്ള ഒരു മിസ്മാനേജ്മെൻറ്റ് ഡെലിബറേറ്റ് അല്ല. അതുകൊണ്ട് അത് യു മസ്റ്റ് അണ്ടർലൈൻ ദാറ്റ്. അറിവില്ലായ്മയാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അറിവില്ല, സമയമില്ലായ്മയുണ്ട്. മനസ്സിലായില്ലേ? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 വർഷങ്ങളായിട്ട് അമ്മയുടെ പേരിൽ GST ഇൻകം ടാക്സ് ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2.25 കോടി രൂപയോളം GSTയും 3.25 കോടി രൂപയോളം ഇൻകം ടാക്സും കെട്ടാനുണ്ട്. മനസ്സിലായില്ലേ? ഇത് 3 വർഷമായിട്ട് ഈ ഷോക്കോസ് നോട്ടീസിൽ കിടക്കുകയാണ്. ഇത് ആർക്കറിയില്ല. അപ്പോൾ ഞാനിത് ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വെറുതെ നമ്മൾ നിന്നിട്ട് കാര്യമല്ലോ, ഇതിൻ്റെ പ്രശ്നങ്ങൾ അറിയാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഞാൻ GSTയിലത്തെ അവരെ വിളിച്ച് ചോദിച്ചു, ഇൻകം ടാക്സിൻ്റെ ആൾക്കാരെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു നോട്ടീസ് അയച്ചിട്ട് 2 പ്രാവശ്യമാണ് നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ വന്നിട്ടുള്ളൂ. ഈ വന്ന ആൾക്കാർക്ക് ഒന്നും അറിയില്ല, അവരെന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചില ആക്ഷൻ എടുക്കേണ്ടി വരും. ഈ ഷോക്കോസ് നോട്ടീസ് അവർ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്താണ് നിങ്ങളുടെ ഷോക്കോസ് നോട്ടീസിൻ്റെ കണ്ടൻറ്റ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇത്ര കാലത്തോളം ഇത്രയും സമയത്ത് നിങ്ങൾ ഏത് 10 എനിക്ക് തോന്നുന്നു അവരെൻ്റെ പറഞ്ഞു 90 കോടി രൂപയോളം നിങ്ങൾക്ക് വരവ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻകം വന്നിട്ടുണ്ട്. പല ഫണ്ടുകൾ ഈ പല ഷോസിനനുസരിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ GST കിട്ടിയിട്ടില്ല. ഇൻകം ടാക്സും അവർ പറയുന്നു ഇൻകം ടാക്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അമ്മ ഒരു സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അങ്ങനെയാണ് ഇതിൻ്റെ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 95% ഓഫ് ഈ ഫണ്ട്, ഈ അമ്മയിൽ വരുന്ന ഫണ്ട് ഞങ്ങളുടെ മാത്രമല്ല ഔട്ട്സൈഡ് ആൾക്കാർക്കും അമ്മയ്ക്ക് അകത്തുള്ള അവസരമായ ആർട്ടിസ്റ്റുകൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചിലവാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ ചോദിച്ചു എൻ്റെ അടുത്ത്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എന്തുകൊണ്ട് 80G എന്ന് പറയുന്ന സാധനം രജിസ്റ്റർ എടുത്തില്ല? എന്തുകൊണ്ട് GSTയുടെ രജിസ്ട്രേഷൻ നിങ്ങൾ എടുത്തില്ല? ഇതാണ് ഞാൻ പറഞ്ഞ ഡെലിബറേറ്റ് മിസ്മാനേജ്മെൻറ്റ്. കാരണം ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? നമ്മളൊരു സംഘടന കൊണ്ട് നടക്കുമ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമില്ലേ ഇവർക്കൊക്കെ? ഇവർ ചെയ്തിട്ടില്ല. ഇത് നേരത്തെ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണ്, ലീഡർഷിപ്പിൻ്റെ കുഴപ്പമാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യണമാണോ അതോ അറിയാണ്ട് ചെയ്യുന്നതാണ്? അവർക്ക് അറിയില്ല, ഒന്നും അറിയില്ല. ഒരു ക്ലബ്ബ് പോലെ അവർ ചെയ്യുന്നതാണ്. അതല്ലല്ലോ ഇത് ഒരു ഓർഗനൈസേഷൻ. ഇത് ഒരുപാട്, കാരണം അമ്മയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ലോകത്തിൽ വേറെ ഒരു സംഘടനയും ചെയ്യുന്നില്ല. അത്രയും അസ്ഥലത്തിൽ പോയിക്കൊണ്ട്. അപ്പോൾ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ.
ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ല റവന്യൂ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, അതൊക്കെ നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ട് അതിനുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വേണ്ട നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് അല്ല. ഈ GST ഓഫീസേഴ്സിനോട് ഞാൻ പറഞ്ഞത്, കാരണം ഇത് മുഴുവനും ചാരിറ്റി നമ്മളിത് പ്രോഫിറ്റായിട്ട് എടുത്ത് കൊണ്ടുപോകുന്നില്ല, ഇത് മുഴുവനും കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു മാസം ഈ കൈനീട്ടത്തിനും അതുപോലെ ഈ മെഡിക്കൽ കിറ്റിന് വേണ്ടിയിട്ട് 11 ലക്ഷം രൂപയാണ് ഒരു മാസം നമ്മൾ ചിലവാക്കുന്നത്. 11 ലക്ഷം രൂപ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, 15 ലക്ഷം ഒരു മാസം നമുക്ക് വേണം. അപ്പോൾ ഈ കിട്ടുന്ന പണം അതൊക്കെ അന്നൊക്കെ കുറച്ചും കൂടി ഈ ചാനൽസിന് എന്താ വെച്ചാൽ, ഈ ചാനൽസ് നമുക്ക് നല്ല എമൗണ്ട് തന്നിരുന്നു, 5 കോടി 6 കോടിയൊക്കെ ഓരോ ചാനൽസ് തന്നിരുന്നു. അപ്പോൾ ഒക്കെ ഓക്കെ ആയിട്ട് പോയിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ അവർ ഫീസിബിൾ അല്ലാന്ന് പറയുന്നവർ, ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എമൗണ്ട് തരാനായിട്ടുള്ള ഫീസിബിലിറ്റി ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫണ്ടിൻ്റെ സോഴ്സസ് നമുക്കില്ല, ഫണ്ട് കിട്ടാനായിട്ടുള്ള സോഴ്സസിൽ. നമ്മൾ അതും കൂടി കാണണ്ടേ. നമ്മളൊരു അധികാരസ്ഥാനത്തിൽ എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ എല്ലാം കംപ്ലീറ്റ് അന്വേഷിച്ചിട്ട് മനസ്സിലാക്കിയപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒന്നും ചെയ്തിട്ടില്ല. GST രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ ഇൻകം ടാക്സിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു 80G എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ, അതും ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം ഇത് അറിവില്ലായ്മയുണ്ട്, അറിഞ്ഞിട്ടല്ല. ആരെങ്കിലും ഈ സർക്കാരിന് ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല, അതിന് അറിയാത്തതുകൊണ്ടാണ്. അതിനി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? പുതിയ ഓർഗനൈസേഷൻ, പുതിയ ലീഡർഷിപ്പ് ഇത് ഏറ്റെടുക്കും? അവർ ചെയ്തേ പറ്റൂ. ഇപ്പം ഞാനതിലില്ല, എന്നെ തോറ്റല്ലോ. അപ്പോൾ ഇപ്പോഴും ഞാൻ റെഡിയാണ്. അവർക്ക് എന്തെങ്കിലും അഡ്വൈസസ് വേണമെങ്കിൽ ഞാൻ പോവും, വേണമല്ലോ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈഗോ വിളിച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ തോൽവി ഞാൻ ആക്സെപ്റ്റ് ചെയ്തതാണ്. ഐ ഹാവ് അക്സെപ്റ്റഡ് ഇറ്റ്. അല്ലാണ്ട് അതിനകത്തൊരു വേറൊരു ശത്രുത എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം എനിക്ക് അമ്മയോടാണ് എൻ്റെ വൈകാരികമായ ബന്ധം. അമ്മ എന്ന സംഘടന ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ നാല് ഭാഷകളിലുള്ള ഇതേപോലത്തെ സംഘടനകളുടെ അംഗമാണ്. തമിഴും തെലുങ്കും കന്നഡയും. അവരൊന്നും ചെയ്യാത്തതാണ്. അവരെ ഈ മലയാളത്തിലേക്കാളും കൂടുതൽ കോടിക്കണക്കിന് പണം വാങ്ങുന്നവരാണ് അവർക്ക് എന്തൊക്കെ കാണിക്കാം. അവരൊന്നും ചെയ്യില്ല. ആർട്ടിസ്റ്റുകൾ അവശമായി കേൾക്കുന്ന അവർ പോക്ക് തന്നെയാണ്. അവർ ഒരാളും സഹായിക്കുന്നില്ല. അപ്പോൾ ഇത് അമ്മ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ശരിക്കും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനല്ല വെച്ചാൽ, അത് ഈ ഒരു ശക്തമായ രീതിയിൽ അത് കൊണ്ടുപോകണമെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഫൈനാൻഷ്യൽ മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു സംഘടനയാകുമ്പോൾ ഇതിനകത്ത് വേറെ എത്തിക്കൽ മോറൽ സ്റ്റാൻഡുകൾ സംഘടനകൾ സ്ട്രോങ് ആയിട്ട് എടുക്കണ്ടേ? അമ്മ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ പല കാര്യങ്ങളിൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ പേഴ്സണലി? ഉദാഹരണം ഇഷ്യൂസ് കുറേ ഉണ്ടല്ലോ, ഹേമ കമ്മിറ്റിയുടെ ഇഷ്യൂസും വിമൻ അസോൾട്ടും, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അമ്മ പല സമയങ്ങളിലും ആ സമയത്തൊക്കെ വളരെ സൈലൻ്റ് ആയിട്ട്, അങ്ങനെയാണല്ലോ മോഹൻലാലിൻ്റെ കമ്മിറ്റി സ്റ്റാൻഡ് എടുക്കാത്തത്. ഒന്നും ഓപ്പൺ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആർക്ക്. ഞാൻ തോന്നുന്നത് ഒരു സംഘടനയാകുമ്പോൾ അത് പല കാര്യങ്ങളും സ്റ്റാൻഡ് എടുക്കണ്ടേ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമല്ല. പബ്ലിക് പ്രഷർ കൂടുമ്പോഴാണല്ലോ ഒരു സ്റ്റാൻഡ് വന്നിട്ടുള്ളൂ. സ്വയം പറയണ്ടായിരുന്നു, മുന്നിട്ട് ഇറങ്ങണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പൊ അവരുടെ ഇതിന് സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ടേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴും? തോന്നിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമ്മളുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ വടി ഉണ്ടെങ്കിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുക, അങ്ങനെ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന, ഇപ്പോൾ ഒരു സിനിമാ നടനൊന്നും ചെയ്യാൻ പറ്റില്ല. സിനിമാ നടൻ രാഷ്ട്രീയക്കാരനാകുമ്പോൾ ആ രാഷ്ട്രീയത്തിലത്തെ പാർട്ടി എനിക്ക് എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അധികാരം തരണം. നോക്കി കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഇപ്പോൾ ആക്ടർ അസോൾട്ട് കേസിലാണെങ്കിലും അമ്മയുടെ റെസ്പോൺസിനെ എങ്ങനെ വിലയിരുത്തുന്നു വന്ന് കണ്ടിരുന്നപ്പോൾ? എനിക്ക് തോന്നുന്നത് ഈ ആരംഭത്തിൽ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ കുറേ ഇഷ്യൂസ് ഇപ്പോൾ അവരുടെ മുന്നിലുണ്ട്. അതൊക്കെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ അത് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അത് അവർ ഇടപെട്ടിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരു കമ്മിറ്റി തന്നെയാണ് അത്. പിന്നെ അത് മാത്രമല്ല, സ്ത്രീകൾക്ക് കൂടുതൽ 8 സ്ത്രീകളുണ്ട് നമുക്ക്, മനസ്സിലായില്ലേ? അന്ന് എന്തായിരുന്നു അന്നത്തെ റെസ്പോൺസിനോട് എന്താ തോന്നിയത്? ഈ 2017-18 പ്രശ്നങ്ങളോടുള്ള റെസ്പോൺസിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. എന്നത്തെ 2016-17 സമയത്തെ ഈ ആക്ട്രസ് അസോൾട്ട് കേസിന് ശേഷം വന്ന റെസ്പോൺസിനോടുള്ള പ്രതികരണം, അന്നത്തെ ഇഷ്യൂസിനോട്.
ഇപ്പോഴല്ല അന്നത്തെ അന്നത്തെ റെസ്പോൺസിന് അത് ഞാൻ പറഞ്ഞു ഒരു സംഘടനയ്ക്ക് ചില ബൈലോസ് ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ അതിനെ പറ്റി വച്ചാൽ അത് ഞാൻ ആരോടെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടോ സ്നേഹമുള്ളതുകൊണ്ടോ പ്രീതി ഉള്ളതുകൊണ്ടോ അല്ല. ഞാൻ അവിടെ ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാണ്, നമ്മൾ ഒരാളെ പുറത്താക്കണമെങ്കിൽ നമ്മുടെ സംഘടനയിൽ ബൈലോസ് ഉണ്ട്. ബൈലോസ് വെച്ചിട്ട് നമ്മൾ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ പെട്ടെന്ന് ഒറ്റ നാൾ കൊണ്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് അയാളുടെ അംഗത്വം വരെ പിന്നെ ക്യാൻസൽ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അവകാശം ഒരു കമ്മിറ്റിക്കില്ല. അത് അയാൾക്ക് നോട്ടീസ് കൊടുക്കണം, ഇന്നമാതിരി എന്താണ് അയാൾക്കൊരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം. അത് ചെയ്തിട്ടില്ല. യു ഷുഡ് ബി അയാളുടെ ഭാഗത്ത് നിന്ന് കേൾക്കണ്ടായി. ദിലീപിൻ്റെ ഭാഗത്ത് നമ്മൾ കേൾക്കണ്ടായി, ഇത് കേട്ടിട്ടില്ല. അപ്പോൾ ഒരു എലിഗേഷൻ വരാം, ആർക്ക് വേണമെങ്കിലും ഒരു എലിഗേഷൻ കൊണ്ടുവരാമല്ലോ. പക്ഷേ അത് നമുക്ക് പറയാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ? ഒരു കമ്മിറ്റി ആകുമ്പോൾ, ഒരു സംഘടനയാകുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു. അപ്പോൾ അന്നത്തെ മീറ്റിങ്ങിൽ ദിലീപിനെ കേൾക്കാനായിട്ട് ആരും തയ്യാറല്ല. അതിന് വെയിറ്റ് ചെയ്ത് ഇപ്പം തന്നെ വേണം എന്നാണ് സമ്മർദ്ദം. അപ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ലാത്തതായിരുന്നു. അല്ലല്ല, ഇൻസൈഡ് സമ്മർദ്ദം. അപ്പം ഈ സംഘടനയ്ക്കകത്തും ഈ പറയുന്ന പോലെ പൊളിറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഈ ഒരു ഇലക്ഷൻ്റെ സമയം കൊണ്ട് ഹേമ കമ്മിറ്റിക്ക് ശേഷവും കുറച്ച് എവിഡൻ്റായി ആൾക്കാർ അറിയുന്നുണ്ട് സംഘടനയ്ക്കകത്ത് പൊളിറ്റിക്സ് ഉണ്ടെന്നുള്ളത്. അത് ഈ ഇലക്ഷൻ്റെ സമയത്താണെങ്കിലും കുറേ കാൻഡിഡേറ്റ്സ് ആയിട്ട് വന്നവർക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് വരുന്നു, കേസ് വരുന്നു. അതിനകത്ത് തന്നെ സംഘടനയ്ക്കകത്ത് തന്നെ സ്പ്ലിറ്റ് വരുന്നു. അപ്പം അങ്ങനെ ഈ പറയുന്ന ഒരു ചാരിറ്റി അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഇത്രയും വലിയൊരു സംഘടന ആ ഒരു തരത്തിലാണോ മുന്നോട്ട് പോകേണ്ടത്? ഈ പറയുന്ന പോലെ കുറച്ച് പേര് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സൈഡ് ലൈൻ തോന്നിയിട്ടില്ല. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ആർക്കും സൈഡ് ലൈൻ ചെയ്യാൻ പറ്റില്ല. എന്നിട്ടും ഇപ്പം ഈ മെമ്മറി കാർഡിൻ്റെ വിഷയം വരുന്നു, ശ്വേതാ മേനോനെതിരെ കേസ് വരുന്നു. ഇതിനൊക്കെ പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്ന് കുറേ പേര് പറയുന്നു, ആരും ഇല്ല എന്ന് പറയുന്നു. ചിലർ പറയുന്നു സ്ത്രീകൾ തന്നെ ലീഡർഷിപ്പിലേക്ക് വരണം, ചിലർ പറയുന്നു സ്ത്രീകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് എടുത്തുകൊണ്ടുവരുന്നത്. അപ്പം ആ ഒരർത്ഥത്തിൽ അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മയ്ക്കകത്ത് ഈ പൊളിറ്റിക്സിന് ഉദ്ദേശിച്ചത് പൊളിറ്റിക്കൽ ഇതല്ലല്ലോ. ആ ഒരു രാഷ്ട്രീയം നമ്മളെപ്പോഴും പറയുമല്ലോ, അതിനകത്ത് പൊളിറ്റിക്സ് ആ അർത്ഥത്തിൽ പറയുകയാണ്. അങ്ങനെ ഇല്ല അതിനകത്ത്. അങ്ങനെ ഒരു ഞാൻ എൻ്റെ ഫൗണ്ടർ മെമ്പറിൽ പെട്ട ഒരാളാണ്. ഇത് ആദ്യം തന്നെ 94 ഉണ്ടാക്കുമ്പോൾ ഞാനും കൂടിയിട്ടുള്ള ഇതാണ്. അതിനകത്ത് എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, ഇതിനകത്തുള്ള എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. ഇന്റേണൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈയിടെ ഉണ്ടായ ഇത്രയും ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായി. അപ്പം അതിനകത്തുനിന്ന് ഉള്ള ഒരാളെന്ന നിലയിൽ അതിനകത്ത് ഒരു കമന്റ് എന്താണ്? ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ടോ? ചേരിതിരിവുണ്ട്. ഒരു സ്പ്ലിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഫാക്ഷൻസ് ഉണ്ടോ? കാരണം ഞാൻ ഇതിനകത്ത് കുറച്ച് കാലങ്ങളായിട്ട് ഇതിനകത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനകത്ത് ആക്റ്റീവായിട്ട് ഒരു 3 ടേംസിന് മുമ്പാണ് ഞാൻ ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഈ അമ്മയുടെ അകത്ത് കയറിയിട്ടുള്ള ഒരു സംഗതികൾ ഞാൻ ഇടപെട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാരണം ചേരിതിരിവ് ഉണ്ടാകേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. കാരണം ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ആർട്ടിസ്റ്റ് സംഘടന ആയതുകൊണ്ട് ഇതിനകത്ത് ജനാധിപത്യമൊന്നും ഇല്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കാരണം ഇതിനകത്ത് ജനാധിപത്യം എന്ന സാധനത്തിന് ഈ ജനാധിപത്യം തന്നെയാണ് അവിടെ. കാരണം ഇപ്പോൾ ആദ്യത്തെ ഇവിടുത്തെ അധ്യക്ഷൻ വന്നു, സോമേട്ടനാന്ന് തോന്നുന്നുണ്ട്. ആ സമയത്ത് ആർക്കും എതിരില്ല. അവിടെയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും സോമേട്ടൻ ഓക്കെ. അതിനുശേഷം മധുചേട്ടൻ വന്നപ്പോഴും ആർക്കും എതിരില്ല. അതിനുശേഷം ഇന്നസെൻ്റ് വന്നപ്പോൾ ആർക്കെതിരില്ല, എല്ലാവരും ഓക്കെ പറയുന്നതാണ്. മോഹൻലാൽ വന്നപ്പോഴും ആർക്കെതിരില്ല. അതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ജനാധിപത്യം. കാരണം ഞങ്ങളാരും വോട്ടിന് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളവരെ മതി ഓക്കെ എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളുടെ ജനാധിപത്യം. അമ്മയ്ക്ക് ഉള്ളിലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഡെമോക്രസി അല്ലേ? അല്ലാതെ ഇല്ല നിങ്ങൾ നിൽക്കാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല.
100% ആണ് ലാല് വരുന്ന സമയത്ത് ലാല് തന്നെ നിൽക്കണം. ലാല് തന്നെ ഒടിഞ്ഞ് പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ നടന്ന് നമുക്ക് അറിയാമല്ലോ, നമുക്ക് മനസ്സിലായല്ലോ. ഞാനടക്കം പറഞ്ഞു ലാലുകൊണ്ട് പോകരുതെന്ന് പറഞ്ഞത്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞതാണ്. കാരണം ലാലിൻ്റെ പോലത്തെ ഒരാൾ വേണം നമ്മുടെ. അത് ലാല് ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടല്ല, ലാല് പേഴ്സണലായിട്ട് വന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടല്ല. പക്ഷേ ലാലിന് അയാളുടെ ഒരു ഇമേജ് ഉണ്ട്. ലാൽ എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു ഇമേജ് ഉണ്ട്. അയാളുടെ ആ ഇമേജിലാണ് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. ഈ ഡെലിബറേറ്റ് അല്ലാത്ത മിസ്മാനേജ്മെന്റ് നടന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇത്രയും തിരക്കുള്ള, ഇപ്പൊ മോഹൻലാലിനെ പോലെയൊക്കെയുള്ള തിരക്കുള്ളവർ ഈ സ്ഥാനത്തിരിക്കുമ്പോഴാണല്ലോ ഇത് ശ്രദ്ധിക്കാൻ വരാതെ പറ്റുന്നത്. അപ്പൊ അല്ലാത്ത ഒരു ലീഡർഷിപ്പ് കമ്മിറ്റി വരുമ്പോൾ കുറച്ചുകൂടെ ഇൻവോൾവ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ലേ? പറ്റും, തീർച്ചയായും പറ്റും. അവിടെ വെച്ചാൽ പറ്റാവുന്ന അപ്പം എന്ന് സിനിമ എന്ന് വെച്ചാൽ പറയും, ഈ സിനിമ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ഫീലാണ്. നമ്മൾ സാധാരണ സംഘടന പോയപ്പോൾ ആവരുത്, സാധിക്കില്ല അതിന് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അമ്മയുടെ അംഗം, അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു മോഹൻലാൽ. അപ്പോൾ മോഹൻലാലിനെ സർവ്വജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അമ്മയ്ക്ക് അംഗങ്ങൾ മാത്രമല്ല. അപ്പോൾ മോഹൻലാൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് അമ്മയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റഡ് ആണ്. അതിനകത്തൊരു നോ ആരും പറയില്ല. നേരെ മറിച്ച് ഒരു പുതിയ ആൾ, ഇപ്പം ഞാൻ തന്നെ വന്നാൽ തന്നെ ഞാൻ പോകുമ്പോൾ ചിലപ്പോൾ ആ അക്സെപ്റ്റൻസ് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവിടെ. ഇനി ഫർദറായിട്ടുള്ള അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ നമുക്ക് മുമ്പിൽ നിർത്താനോ ഒരു ഫിഗറില്ല. അതുകൊണ്ടാണോ മോഹൻലാൽ ഈ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇനി ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്? യെസ്. ആ സമയത്ത് വലിയൊരു ഭയങ്കര ഇതായിരുന്നു. എനിക്ക് താല്പര്യമില്ലായിരുന്നു ഇതിൻ്റെ അകത്ത്. എൻ്റെ അടുത്ത് അപ്പം തന്നെ ഓരോരുത്തർ ഞാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് അതിനകത്ത് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ മോഹൻലാൽ അങ്ങനെ പറഞ്ഞെങ്കിലും അവസാനം ഇപ്പോഴും അങ്ങനെയാണ്. എല്ലാ ടേമിലും ഞാനില്ല എന്ന് പറയുന്നു ലാൽ പറയും. പക്ഷേ ആ സമയമാകുമ്പോൾ എല്ലാവരും കൂടിയിട്ട് അല്ല പ്ലീസ് അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞിട്ട് ശരി എന്ന് പറയും. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതാണത്. വോട്ടിന് നമ്മൾ സീല് കുത്തിയിട്ടുള്ള ഡെമോക്രസി അല്ല ഇതിനകത്ത്. എല്ലാവരും അതല്ല, ഏകപക്ഷീയമായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് അവർക്കൊരു ഒരു ഗ്രീൻ ചിറ്റ് കൊടുക്കുന്നത്. അങ്ങനെയാണത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റൊരു ഫിഗർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, എനിക്ക് വലിയ ഡൗട്ട് ഉണ്ട് ആ കാര്യത്തിൽ. അത് എത്രത്തോളം ഇത് നമുക്ക് അമിക്കബിളായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ കാര്യം വന്നു, അതുപോലെ GSTയുടെ പ്രശ്നം വന്നു. അതിലൊക്കെ അവരുടെ അടുത്ത് പോയി സംസാരിക്കാനൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. ആ ഒരു ഇമേജിൻ്റെ പ്രശ്നം ഉണ്ടാകും. മനസ്സിലായില്ലേ? ഈ ഓഫീസേഴ്സിന് ഇംപ്രഷൻ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ.